ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് അപ്രിൽ SR150 ഫിറ്റ് ചെയ്യുന്നതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണിത്. ഇതിൽ ചെയ്യാൻ പോകുന്നത് ഹെഡ് ലാമ്പ് യൂണിറ്റിന് ഒരു റിലേ സെറ്റ് ചെയ്തിട്ട് ബൾബ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വർക്ക്ഷോപ്പിൽ നിന്നാണ് നമ്മൾ റിലേ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആവശ്യമായിട്ട് വരുന്നത് H9ഉം H11ൻ്റെയും 2 സോക്കറ്റ്, പിന്നെ ഒരു H9ൻ്റെ ഒരു ഹാലജൻ ബൾബാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് വേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ റിലേ. സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഒരു 40 ആംപിയറിൻ്റെ റിലേ ആണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഫ്രണ്ട് കിറ്റ് അഴിച്ച് മാറ്റിയിട്ടുണ്ട് ഞാൻ. ഇനി ചെയ്യേണ്ടത് പിന്നെ ഒരു സ്വിച്ച് എക്സ്ട്രാ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ HO, അതായത് ഓൾ ടൈം ഹെഡ് ലാമ്പ് ഓണിലെ വണ്ടി ആയതുകൊണ്ട് അവിടെ സ്വിച്ച് വന്നിട്ടില്ല. അതിന് പകരം വേറൊരു സ്വിച്ച് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മെയിനായിട്ട് ചെയ്യേണ്ടത് ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് ഒരു കണക്ഷൻ ഫ്രണ്ടിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ കുറച്ച് വയർ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വലിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് മൊത്തം എടുക്കുന്നത് വർക്ക്ഷോപ്പിലുള്ള ജിജോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏട്ടനാണ്. ഏട്ടനിവിടെ കണ്ണൂരല്ല, തിരുവനന്തപുരമാണ് സ്വദേശം. അപ്പോൾ നമ്മൾ സീറ്റിനടിയിലുള്ള കാര്യങ്ങൾ, അതായത് ബാറ്ററീൻ്റെ ആ ഒരു കവറ് അയച്ചെടുക്കണം. അതിന് 3 സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് വേണ്ടി വരിക. അപ്പോൾ അത് 3 അയച്ചാൽ ആ ഒരു പോർഷൻ നമുക്ക് അയക്കാൻ പറ്റും. പിന്നെ ആ ഒരു പോർഷൻ അയച്ചിട്ട് ഇപ്പോൾ ഈ ചെയ്യുന്ന പോലെ കേബിളിൻ്റെ ഒരറ്റത്ത് വയർ കണക്ട് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് ഒരു സ്വിച്ചും കൂടി കൊടുക്കണം. ആ ഒരു സ്വിച്ച് നമുക്ക് ഉപയോഗിച്ചിട്ട് ഈ ഹെഡ് ലാമ്പിൻ്റെ ഓൺ ഓഫ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ പിയാനോ ക്ലിപ്പെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്വിച്ച് റെഡിയാക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാറ്ററിയിൽ നിന്ന് വേറെ എക്സ്ട്രാ ഒരു കണക്ഷൻ കൂടി കൊടുത്ത് നമ്മൾ ആ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇതാണ് സ്വിച്ച്, കണ്ടില്ലേ, നൈസാണ്. ഒരു സൈഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ആ സ്വിച്ച്, ആ ഫ്രണ്ടിൽ കാണുന്ന സ്വിച്ചിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ട് ഇനി ഒരു റിലേ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള സെറ്റപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വയറും കാര്യങ്ങളൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിമ്മും ബ്രൈറ്റിൻ്റെ എല്ലാം സ്വിച്ചിൻ്റെ വയറും കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞുള്ള സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് വേണം റിലേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണക്ഷൻ ഇപ്പോൾ ചെക്ക് ചെയ്യലാണ്. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് റിലേ സെറ്റ് ചെയ്യണം. ബ്രൈറ്റ് ലൈറ്റിൻ്റെ സോക്കറ്റിലാണ് ഈ ഒരു ടെസ്റ്റിംഗ് ലൈറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റ്, ഓറഞ്ച് ലൈറ്റ് കത്തുന്നത് കാണാം. അതായത് പ്രോപ്പറായിട്ട് വയറിങ് ഫങ്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു സെറ്റിങ്സ് സക്സസ് ആയിട്ടുണ്ട്. ഫ്രണ്ടിലെ കീ സെറ്റിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ റിലേ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ റിലേയുടെ കാണുന്ന ഈ വയർ ബാക്കി, അതായത് സ്വിച്ചിൻ്റെയും ബാക്കി ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ എടുത്തിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ആ റിലേനുള്ള ഫങ്ഷൻ കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് മാത്രമാണ് നമ്മൾ കണക്ഷൻ ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ബാറ്ററിയിൽ നിന്ന് എന്തായാലും വരുമ്പോൾ നമുക്ക് അതിന് ഒരു ഫ്യൂസ് അർജൻറ്റായിട്ട് വേണം, അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ബൾബും കാര്യമെല്ലാം അടിച്ചു പോകും. ഇതാകുമ്പോൾ ഫ്യൂസ് വെക്കുന്നതാണ് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ബൾബ് അടിച്ചു പോകില്ല, അതിന് പകരം ഫ്യൂസ് അടിച്ചു പോകും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു ഫ്യൂസ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം അതിൻ്റെ ഓരോ കണക്ഷൻ എടുത്തിട്ട് ബാക്കിയുള്ള വയറിലെല്ലാം കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നമുക്കൊന്ന് ഇൻസുലേഷൻ ഒന്നും ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബോഡി എർത്ത്, അതായത് റിലേന്ന് ഒരു എർത്ത് നമുക്ക് എന്തായാലും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിൽ ഈ റിലേയിൽ കാണുന്ന ഈ ബ്ലാക്ക് വയർ നമുക്ക് ബോഡിയിലൊന്ന് കണക്ട് ചെയ്തിട്ട് എർത്തായിട്ട് ഒന്ന് കൊടുക്കാം. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി.
ഞാൻ ഒരു ഹാലജൻ ബൾബിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, H9 നോട്ടുള്ളത്. അതായത് 2 പ്രൊജക്ടർ ഞാൻ ഓൾറെഡി ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റേ ബൾബ് ഞാൻ ഓൾറെഡി ഒരു LED H11 ബൾബ് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഇവിടെ കണ്ണൂർ സാധനം കിട്ടാത്തതുകൊണ്ട് ഞാനത് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വയറിങ്ങിൻ്റെ കാര്യങ്ങളിപ്പോൾ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി മെയിനായിട്ട് ഇനിയും H9 H11 ആ ഒരു സോക്കറ്റ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു സോക്കറ്റിൻ്റെ കണക്ഷനും കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തേ കളയാം. 75% പരിപാടിയും സെറ്റായിട്ടുണ്ട്. അതായത് ഡിമ്മിൻ്റെയും ബ്രൈറ്റിൻ്റെയും പവർ സപ്ലൈ ഫുൾ ഫങ്ഷനിങ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ആ 2 സോക്കറ്റ് H9 H11 ആ വൈറ്റ് കാണുന്നതാണ്, അതായത് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നതാണ് H9, അതായത് ബ്രൈറ്റ് ലൈറ്റിൻ്റെ സോക്കറ്റ്. അപ്പോൾ ബ്ലാക്ക് കാണുന്നതാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. ഇതിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കലാണ്. ഓക്കെ, ഇപ്പോൾ ഈ കാണുന്ന ഈ ബ്ലാക്ക് സോക്കറ്റ് അതാണ് H11 സോക്കറ്റ്, അതായത് ഡിം ലൈറ്റിൻ്റെ സോക്കറ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടി സെറ്റ് ചെയ്താൽ പണി ഫിനിഷ്. ഓക്കെ, ഏകദേശം ഫുൾഫിൽ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെലോ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാം. ചെറിയൊരു വർക്കും കൂടി ബാക്കിയുണ്ട്. ഈ 2 കണക്ഷനിൽ വരുന്ന വയർ ഒരു ബോഡി എർത്തായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള അതേ സ്ഥലത്ത് തന്നെ ഒരു എർത്തും കൂടി കൊടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്യാം, എന്നിട്ട് അതൊന്ന് എർത്തായിട്ട് കൊടുക്കാം. വയറിങ് ഫിനിഷായി. നമുക്ക് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അടിപൊളി വെളിച്ചാണ്, സംഭവം ഉഷാറാക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പാർട്ട് 4, അതായത് ഫൈബറിങ് വർക്കിൻ്റെ ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ഓക്കെ, കാത്തിരിക്കുക. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഷോപ്പ് വരുന്നത് കണ്ണൂരുള്ള ഇരിക്കൂറിന് സമീപത്തുള്ള ടൈംലർ മോട്ടോഴ്സ് എന്നുള്ള ഷോപ്പാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.